ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് എസ്എസ്എൽസിയിൽ ഇംഗ്ലീഷ് ഗ്രാമറിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ എസ്എസ്എൽസിയിൽ ഇംഗ്ലീഷ് ഗ്രാമർ നമുക്ക് 6 ടോപ്പിക്കാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. കോൺവെർസേഷൻ കംപ്ലീഷൻ, അതുപോലെ തന്നെ ഫ്രേസൽ വെർബ്സ്, എഡിറ്റിങ്, പിന്നെ അതുപോലെ തന്നെ പ്രിപ്പോസിഷൻസ്, നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ്, റിപ്പോർട്ട് സ്പീച്ച്. ഈ ഒരു 6 ടോപ്പിക്കാണ്. അതിൽ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കായുള്ള കോൺവെർസേഷൻ കംപ്ലീഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നും വളരെ ഷുവറായിട്ട് 100% ഷുവറായിട്ട് ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരു ഭാഗമാണ്. ഇത് തെറ്റിച്ചാൽ വളരെ നഷ്ടമാണ്. ഇത് തെറ്റിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇതൊക്കെ. അപ്പം ക്വസ്റ്റ്യൻ ടാഗ് പാടായിട്ടുള്ളവർ എന്തായാലും ഷുവറായിട്ടും ഈ ഒരു വീഡിയോ മുഴുവൻ കാണുക. അപ്പം അധികം സമയം കളയാൻ നമുക്ക് വീഡിയോയിലിട്ട് പോകും. ക്വസ്റ്റ്യൻ ടാഗ് വളരെയധികം സിമ്പിളാണ്. എനിക്ക് ഇതുവരെ ക്വസ്റ്റ്യൻ ടാഗ് അറിയാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് എവിടെയൊക്കെ ഉപയോഗപ്പെടുത്തണമെന്നല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പം നോക്കുക. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഇവിടെ 2 എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നോക്കുക, ക്വസ്റ്റ്യൻ ടാഗ് ഇതുപോലെ ഈസിൻഡ് ഹി അല്ലെങ്കിൽ ഹാസിൻഡ് ഹി ഇതുപോലെ പറയുന്നതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരു സെന്റൻസിന് ശേഷം ഒരു കോമ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഡാഷ് പോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുവാണെങ്കിൽ ഉറപ്പിച്ചു അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗാണ് എഴുതാവുന്നത്. ഓക്കെ, അപ്പം നോക്കുക എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാം. ഇവിടെ ഞാൻ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ദ സ്കൈ ഈസ് ബ്ലൂ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ എഴുതും എന്ന് നോക്കുക. ഓക്കെ, എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഓക്സിലറി വെർബ്സ്, ഫൈൻഡ് ഓക്സിലറി വെർബ്സ്. ഈ ഒരു സെന്റൻസിൽ ഓക്സിലറി വെർബാണ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പം ചിലർക്ക് ഒരു ഡൗട്ട് കാണും, എന്താണ് ഓക്സിലറി വെർബ്സ് എന്ന്. ഓക്കെ, ഇവിടെ ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന അത്രയുമാണ് ഓക്സിലറി വെർബ്സ്. ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഓക്സിലറി വെർബ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കുക, ഈസ്, ആർ, ആം, വാസ്, വേറെ, ഡു, ഡസ്, ഹാസ്, ഹാവ്, ഹാഡ്, ഷാള്, ഷുഡ്, ക്യാന്, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട് ടു, നീഡ് ടു, യൂസ്ഡ് ടു, ഡെയർ. ഇതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗിന് ചോദിക്കാനുള്ള ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത്. അപ്പം ഫൈൻഡ് ഓക്സിലറി വെർബ് ഇവിടെ നോക്കുക. ഇവിടുത്തെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് നോക്കുക, ദ സ്കൈ ഈസ് ബ്ലൂ. അപ്പം ഇവിടുത്തെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഈസ് ആണ്. അപ്പം ഓക്സിലറി വെർബിനെ കണ്ടുപിടിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ആ ഒരു ഓക്സിലറി വെർബ് എഴുതി വെക്കുക, ഈസ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്റ്റെപ്പ് 2 നോക്കുക. ഫൈൻഡ് സെന്റൻസ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കുക. അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുക. ഇഫ് ദ സെന്റൻസ് ഹാസ് എ നെഗറ്റീവ് വേർഡ്, ദ സെന്റൻസ് ഈസ് ആൾസോ എ നെഗറ്റീവ് സെന്റൻസ്. ഓക്കെ, സെന്റൻസ് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ആ ഒരു സെന്റൻസിനുള്ളിൽ ഒരു നെഗറ്റീവ് വേർഡ് കാണും. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് കാണും, എന്താണ് ഈ നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പം അതിനും എൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. നോക്കുക, നെഗറ്റീവ് വേർഡ്സ്. ഓക്കെ, നെഗറ്റീവ് വേർഡ്സ് നോക്കുക. നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നോ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡ്, നോട്ട് നെഗറ്റീവ് വേർഡ്. അതുപോലെ ബാക്കി വരുന്നത് നോക്കുക, നത്തിങ്, നെവർ, നില്ല്, നോബഡി, ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, സെൽഡം. അപ്പം ഈ ഒരു ഇത്രയും വാക്കുകളാണ് നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പം ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പം ഈ ഇത്രയും വാക്കുകൾ ഈ ഒരു സെന്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് സെന്റൻസ് ആയിരിക്കും. അപ്പം നെഗറ്റീവ് സെന്റൻസ് ആണോ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ നോക്കുക, സ്റ്റെപ്പ് 3 നോക്കുക. സ്റ്റെപ്പ് 3, ഇഫ് ദ സെന്റൻസ് ഈസ് പോസിറ്റീവ് യു ഷുഡ് ആഡ് നോട്ട്. ഇഫ് ദ സെന്റൻസ് ഈസ് നെഗറ്റീവ് യു ഷുഡിന്റ് ആഡ് നോട്ട്. അപ്പം സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആക്കണം. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആക്കണം. അപ്പം ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആക്കാൻ വേണ്ടി ആ ഒരു ക്വസ്റ്റ്യൻ്റെ അടിയിൽ നോട്ട് ആഡ് ചെയ്താൽ മതി. പോസിറ്റീവ് ആക്കണമെങ്കിൽ നോട്ട് ആഡ് ചെയ്യും. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ സ്കൈ ഈസ് ബ്ലൂ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സ്കൈ ഈസ് ബ്ലൂ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ നെഗറ്റീവ് വേർഡ്സ് ഒന്നും വരുന്നില്ല. അപ്പം നെഗറ്റീവ് വേർഡ്സ് ഒന്നും വരാത്തപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആക്കണം. ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആക്കാൻ നമുക്ക് നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നോട്ട് എന്ന് പറയുന്നത് എന്ത്, ഇൻഡ് ആണ്. അപ്പം ഇങ്ങനെ എഴുതിയാലും നോട്ടം തന്നെയാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ആ ഒരു ഷോർട്ട് ഫോം എഴുതിയാൽ മതി, ഈസിൻഡ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ നോക്കുക. സ്റ്റെപ്പ് 4 നോക്കുക, ഫൈൻഡ് ദ സബ്ജക്റ്റ് ആൻഡ് റൈറ്റ് ഇറ്റ് ആസ് ലാസ്റ്റ് വേർഡ്. ഓക്കെ, ഫൈൻഡ് ദ സബ്ജക്റ്റ് ആൻഡ് റൈറ്റ് ഇറ്റ് ഓൺ ആസ് എ ലാസ്റ്റ് വേർഡ്. ദ സബ്ജക്റ്റ് വോണ്ട് ടു ബി എ പ്രിനൗൺ. അപ്പം ഇതിനകത്തെ സബ്ജക്റ്റ് കണ്ടുപിടിക്കുക. അപ്പം ലാസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത്, ലാസ്റ്റ് നോക്കുക, അതായത് സ്കൈ ഈസ് ബ്ലൂ. ഇതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ സ്കൈ ആണ്. അപ്പം ഈസിൻഡ് ദ സ്കൈ എന്ന് എഴുതുമ്പം
ഒരു രസം കിട്ടില്ല. ഈസ് ഇൻ ദ സ്കൈ എന്ന് പറയുമ്പോൾ ഒരു ഇത് കിട്ടില്ല. അപ്പം എന്താണ് ചെയ്യേണ്ടത്? ദ സ്കൈയുടെ പ്രോണൗൺ, ദ സ്കൈ എന്ന് പറയുന്ന ഒരു നൗൺ ആണ്. ആ ഒരു നൗണിന്റെ പ്രോണൗൺ എടുക്കുക. അപ്പം ദ സ്കൈയുടെ പ്രോനൗൺ എന്ന് പറയുന്നത്, ദ സ്കൈയുടെ പ്രോനൗൺ എന്ന് പറയുന്നത് ഈസിന്റെ ഇറ്റ് ആണ്. അപ്പം ഇറ്റ് ആണ് നമുക്ക് അവിടെ ആ ഒരു ക്വസ്റ്റ്യൻ ടാഗിൽ ചെയ്യേണ്ടത്. ആൻസർ എന്ന് പറയുന്നത് ഈസിന്റെ ഇറ്റ് ആണ് നമ്മുടെ ഈ ഒരു സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. നോക്കുക, ദ സ്കൈ ഈസ് ബ്ലൂ, അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഈസിന്റെ ഇറ്റ് ആണ്. ഈസിന്റെ ഇറ്റ് നോക്കുക, ഇവിടുത്തെ ഓക്സിലറി വെർബ് ഈസ് ആണ്. സെന്റൻസ് പോസിറ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സബ്ജക്റ്റ് ദ സ്കൈ ആണ്. ആ ഒരു സ്കൈയുടെ പ്രോനൗൺ എന്ന് പറയുന്ന ഇറ്റ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ഇടുന്നത്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഓക്സിലറി വെർബ് അല്ലാത്ത സാഹചര്യം, ചിലയിടത്തൊക്കെ ഓക്സിലറി വെർബ് ഇല്ലാതെ വരാറുണ്ട്. അപ്പം ഓക്സിലറി വെർബ് ഇല്ലാതെ വരുമ്പം എന്താണ് ചെയ്യേണ്ടത് നോക്കുക. സ്റ്റെപ്പ് 1 നോക്കുക. സ്റ്റെപ്പ് 1, ടേക്ക് ദ മെയിൻ വെർബ് ഓഫ് ദ സെന്റൻസ്. ആ ഒരു സെന്റൻസിലെ മെയിൻ വെർബ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം ആ ഒരു വെർബിനെ ഐഡന്റിഫൈ ചെയ്യുക. അപ്പം അത് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയാൻ V1 ആണോ V2 ആണോ V1 സിംഗുലർ ആണോ എന്ന് കണ്ടുപിടിക്കുക. V1 ആണെങ്കിൽ ഡു ആയിരിക്കും അവിടുത്തെ ഓക്സിലറി വെർബ്. V2 ആണെങ്കിൽ ഡിഡ് ആയിരിക്കും ഓക്സിലറി വെർബ്. V1 സിംഗുലർ ആണെങ്കിൽ ഡസ് ആയിരിക്കും ഓക്സിലറി വെർബ്. ഓക്കെ, ഇതാണ് ഓക്സിലറി വെർബ് ആ ഒരു സെന്റൻസിൽ തന്നിട്ടില്ലെങ്കിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. PYQയിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കുക, നമ്മുടെ പ്രൊജക്ട് ടൈഗറിൽ നിന്നും ഉള്ള ഒരു ചോദ്യമാണ്. പ്രൊജക്ട് ടൈഗറിൽ നിന്നുള്ള ചോദ്യമാണ്. റേ ചോദിക്കുകയാണ്, ഐ നീഡ് എ ട്രെയിൻഡ് ടൈഗർ, യു ഹാവ് ഗോ ടു വൺ ഹിയർ ഡാഷ്. അപ്പം പിന്നെ നോക്കുക, ഇവിടെ ഒരു കോമയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു ചെറിയ ലൈനാണ് തരുന്നെങ്കിൽ ഉറപ്പിച്ചു അവിടെ ക്വസ്റ്റ്യൻ ടാഗാണ് എഴുതാറ്. ആ ലൈൻ തന്നതിന് ശേഷം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ചു അത് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും അവിടെ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് എഴുതുക. ഞാൻ പറഞ്ഞു, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുത്തെ ഓക്സിലറി വെർബ് കണ്ടുപിടിക്കുക. അപ്പം ഇവിടുത്തെ ഓക്സിലറി വെർബ് നോക്കുക. ഓക്കെ, ഇവിടുത്തെ ഓക്സിലറി വെർബ് നോക്കുക. ഇവിടെ നോക്കുക, യു ഹാവ് ഗോട്ട് വൺ ഹിയർ. ഹാവ് എന്ന് പറയുന്ന ഒരു വെർബ് ഉണ്ട്. അപ്പം ഓക്സിലറി വെർബ് ആണ് ഹാവ്. അതെ, ഓക്സിലറി വെർബ് ആണ് ഹാവ്. സോ നമുക്ക് ഫസ്റ്റ് എഴുതാം ഹാവ്. ഇനി നോക്കുക, ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് സെന്റൻസ് ആണോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ നോ, നോട്ട്, നത്തിങ്, ഇല്ല, അതുപോലത്തെ വേർഡ്സ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. സോ നമുക്ക് സെന്റൻസ് പോസിറ്റീവ് ആക്കാം. അപ്പം സെന്റൻസ് പോസിറ്റീവ് ആകുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. സോ ഹാവിന്റെ. ഇനി എഴുതേണ്ടത് സബ്ജക്റ്റിന്റെ പ്രോനൗൺ വേർഷൻ ആണ്. സബ്ജക്റ്റിന്റെ പ്രോനൗൺ വേർഷൻ ആണ്. അപ്പം നമുക്ക് ഈ ഒരു സെന്റൻസ് നോക്കണ്ട. കാരണം ഈ ഒരു സെന്റൻസിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എടുക്കേണ്ടത്. ആ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എടുക്കേണ്ട ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ഗോ ടു വൺ ഹിയർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ഐ നീഡ് എ ട്രെയിൻ ടൈഗർ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ഹാവ് ഗോ ടു വൺ ഹിയർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിൽ ഏതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്? സബ്ജക്റ്റ് എന്ന് പറയുന്നത് യു ആണ്. ഓക്കെ, യു ആണ്. അതിന്റെ പ്രോനൗൺ വെർഷനും യു തന്നെയാണ്. സോ ഹാവിന്റെ യു. ക്വസ്റ്റ്യൻ ടാഗ് ഇടാൻ മറക്കല്ലേ. സോ ഹാവിന്റെ യു ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം നോക്കാം. യു ആർ അപ്സെറ്റ്. ഇവിടുത്തെ ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞ ആറാണ്. സോ ആറ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് സെന്റൻസ് അല്ല. ഇവിടെ നമ്മളെ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് വേർഡ് ഒന്നും വരുന്നില്ല. സോ ആർ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആക്കണം, ആറിന്റെ. പിന്നെ ഇവിടുത്തെ സബ്ജക്റ്റ് യു, ആറിന്റെ യു. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യം. യു ലോസ്റ്റ് മൈ ഷൂസ്. നമ്മുടെ മൈ സിസ്റ്റർ ഷൂസ് എന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയാ പാഠത്തിൽ നിന്നും വന്ന ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ചോദ്യമാണ്. യു ലോസ്റ്റ് മൈ ഷൂസ്. അപ്പം എന്താ പറയുക, അവിടുത്തെ ഓക്സിലറി വെർബ് കണ്ടുപിടിക്കണം. പക്ഷേ ഇവിടെ ഓക്സിലറി വെർബ് തന്നിട്ടില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ലൈഡ് ഞാൻ കാണിച്ചു തരാം. നോക്കുക, നോ ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മെയിൻ വെർബ് കണ്ടുപിടിക്കുക. മെയിൻ വെർബ് കണ്ടുപിടിച്ച ശേഷം അവിടുത്തെ വെർബ്, ആ ഒരു വെർബ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ഓക്സിലറി വെർബ് കണ്ടുപിടിക്കുക. ഓക്കെ, യു ലോസ്റ്റ് മൈ ഷൂസ്. യു ലോസ്റ്റ് മൈ ഷൂസിലെ മെയിൻ വെർബ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. ഇവിടുത്തെ മെയിൻ വെർബ് എന്ന് പറയുന്നത് ലോസ്റ്റ് ആണ്. ഓക്കെ, ഇവിടുത്തെ മെയിൻ വെർബ് ലോസ്റ്റ് ആണ്. ഓക്കെ, ലോസ്റ്റ് എന്ന് പറയുന്നത് ലോസിന്റെ പാസ്റ്റ് ഫോം ആണ്. അപ്പം ഡിഡ് പ്ലസ് ലോസ് ആണ് ലോസ്റ്റ് എന്ന് പറയുന്നത്. ഡിഡ് പ്ലസ് ലോസ്റ്റ്. ഓക്കെ, ഡിഡ് പ്ലസ് ലോസ് ആണ് ലോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, നമുക്ക് ഇവിടുത്തെ ഓക്സിലറി വെർബ് അപ്പം കിട്ടി. ഇത് V2 ഫോം ആയിരുന്നു. ഇത് V2 ഫോം ആകുമ്പം നമ്മുടെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഡിഡ് ആണ്. സോ ഡിഡ്
ഇത് നെഗറ്റീവ് സെന്റൻസ് ആണോ അല്ല. അപ്പൊ നെഗറ്റീവ് സെന്റൻസ് അല്ലാത്തപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ നെഗറ്റീവ് വെക്കുക ഡിഡിന്റ്. പിന്നെ ഇവിടുത്തെ ആ ഒരു സബ്ജക്റ്റ് യു, ഡിഡിന്റ് യു. അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്നത്. അപ്പം വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കോൺവെർസേഷൻ കംപ്ലീഷനിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ടാഗ് സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ളത്. കോൺവെർസേഷൻ കംപ്ലീഷനിൽ ക്വസ്റ്റ്യൻ ടാഗ് മാത്രമാണ് WH ക്വസ്റ്റ്യൻ, അതുപോലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, ഇഫ് ക്ലോസ്, ഹാർഡ് ബെറ്റർ, വുഡ് യു മൈൻഡ് ഇഫ്, അതുപോലത്തെയുള്ള കുറെ ഗ്രാമർ ടോപ്പിക്സ് കോൺവെർസേഷൻ കംപ്ലീഷൻ വരാറുണ്ട്. പിന്നെ അതുപോലെ എഡിറ്റിംഗിൽ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ടാഗ്സ് ഒക്കെ വന്നു പോകുന്ന കാണാറുണ്ട്. അപ്പം ഇങ്ങനെ കുറെ ഗ്രാമർ ടോപ്പിക്സ് ഒക്കെ അറിയാൻ അതുപോലെ തന്നെ പരിചയപ്പെടാനും SSLCക്ക് നല്ല മാർക്ക് മേടിക്കാനുമായിട്ട് ഈ ഒരു ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ഒരു ചാനൽ ഇതുപോലെ ഇംഗ്ലീഷ് മാത്രമല്ല ഒരുപാട് സബ്ജക്ട്സ് നിങ്ങൾക്ക് SSLCയിലുള്ള എല്ലാ സബ്ജക്ട്സും ഇവിടെ കവർ ചെയ്യുന്നതാണ്. അപ്പം അതൊക്കെ കിട്ടാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള പുതിയ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. പുതിയൊരു വീഡിയോ കാണാം. ബൈ.